ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു മാസമാണ്. അവസരങ്ങൾ കൃത്യമായിട്ട് വന്നു ചേരും. അത് ചിന്തിച്ച് വേണ്ട രീതിയിലൊക്കെ നടപ്പിൽ വരുത്തിയാൽ എല്ലാ തരത്തിലും, അതായത് ഓരോ മനുഷ്യർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അത് സാധിച്ചു കിട്ടുന്ന ഒരു മാസമാണ്. അതായത് ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യ ഗ്രഹം ചിങ്ങം രാശിയിലേക്ക് തന്നെ വരുന്നു. അതുപോലെ തന്നെയാണ് 5-ാം ഭാവാധിപം കൊണ്ട് ഭാഗ്യഭാവാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴം 11-ാം ഇടത്ത് ഉപജയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതനുജ, ചിന്തനീയം, പഞ്ചമപാദം. ഈ പ്രമാണപ്രകാരം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരും പരീക്ഷകളിൽ പങ്കെടുക്കുന്നവരും ഈ മാസം വിജയിക്കുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളായിരിക്കുന്നവരും മറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ പ്രൊമോഷനായിട്ട് ടെസ്റ്റുകൾ എഴുതുന്നവര്, വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ എഴുതുന്നവര് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷകൾ പാസ്സാകുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിനൊക്കെയുള്ള യോഗം വന്നു ചേരുക. അതൊക്കെ ഈ സാധിക്കുന്ന ഒരു കാലമാണ്. അതിനായിട്ട് ഉത്തമ ഗുരുക്കന്മാരെ കണ്ടെത്തി അവർ മുഖാന്തരം ചില കാര്യങ്ങൾ സാധിക്കുന്നതിനും അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടുവാനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി നല്ല വഴികാട്ടികളാകുവാനും ഒക്കെ അവസരം ലഭിക്കുന്ന ഒരു മാസമാണ്. മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ സ്ഥാനം. അത് പ്രധാനമാണല്ലോ. ഉപജീവനം, ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി ആജ്ഞാലംബനം ഏത സർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണപ്രകാരം തൊഴിൽ സ്ഥാനം, ആ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ അത് പ്രബല ഗ്രഹമാണ്. സർവേശ്വരകാരകനായ വ്യാഴത്തിനോട് യോഗം ചെയ്ത് അഭീഷ്ട കാര്യം സാധിക്കത്തക്ക ഭാവത്തിൽ നിൽക്കും. ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിങ് പോലെയുള്ള പെട്ടെന്ന് പണമുണ്ടാകുന്ന അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടോളൂ. ഈ മാസം ധനം കിട്ടുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഭൂമി വിൽക്കാനുള്ളവർ, ദീർഘകാലമായിട്ട് വിൽക്കാതെ കിടക്കുന്നവർക്ക് വിൽക്കുവാൻ സാധിക്കും. ഗവൺമെന്റിൽ നിന്നോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ധനം കടം കൊടുത്തവർ നിന്നോ ഒക്കെ കിട്ടാതെ കിടക്കുന്ന പണം കിട്ടുവാൻ യോഗമുണ്ട്. വായ്പ ചോദിച്ചവർക്കായാലും കിട്ടും. ലോൺ സാങ്ഷൻ ആകുന്നില്ല എന്ന് കരുതി ദീർഘകാലമായിട്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ഗവൺമെന്റിൽ നിന്നോ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക ലോൺ ശരിയാകുന്നതിനോ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനോ യോഗമുണ്ട്. അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വന്നു ചേരുവാനുള്ള യോഗമാണ് കാണുന്നത് ചിങ്ങം രാശിക്കാർ. കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. നല്ല നല്ല ചാൻസുകൾ വന്നു ചേരുക, അതുപോലെ തന്നെ പ്രസിദ്ധി വന്നു ചേരുക, ധനം വന്നു ചേരുക. അത് കെട്ടിട നിർമ്മാണമായാലും വസ്ത്ര നിർമ്മാണമായാലും പാചക വിഭാഗമായാലും അങ്ങനെ പോകുന്നു. കലയുമായി ബന്ധപ്പെട്ട അനവധി ആയ കാര്യങ്ങൾ അവരവരുടേതായ ഒരു കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്ന മാസം. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനം, 9-ാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന, ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ, അത് കേന്ദ്രാധിപൻ കൂടിയാണ്, സുഖസ്ഥാനത്തിന്റെ അധിപനാണ്. കേന്ദ്ര ത്രികോണാധിപ രാജയോഗകാരകനാണ് ചൊവ്വ. ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്നവർ, അവർക്ക് ആ
ചൊവ്വ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഷെയർ മാർക്കറ്റിങ്, ബ്രോക്കറിങ്, പുതിയ പുതിയ സംരംഭങ്ങളെ, പുതിയ പുതിയ ഡീലിങ്ങുകളിൽ സൈൻ ചെയ്യുക, അതിൽ നിന്ന് ചില ലാഭങ്ങൾ വന്നു ചേരുക, ഭൂമിക്ക് നല്ല വില കിട്ടുക, വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നല്ല വിവാഹം വന്നു ചേരുക, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ നല്ലതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചരഫലം വെച്ചുകൊണ്ടാണ്. നക്ഷത്രങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ അറിയുവാൻ, ഇനിയും കഷ്ടതകൾ മാറിയിട്ടില്ല എങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയുവാൻ ജാതകം തന്നെ നോക്കണം. അതിന് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ വാട്സാപ്പിലോട്ട് അയച്ചു തന്നാൽ ഞാൻ നോക്കും. അതിന്റെ പരിഹാരം എന്താണെന്ന് പറഞ്ഞു തരാം. അങ്ങനെയൊക്കെ സാധിക്കുന്ന കാലമാണ്. വിജയങ്ങൾ നല്ല രീതിയിൽ ദൈവാധീനം ഉള്ള സമയമാകുമ്പോൾ മറ്റു രീതിയിൽ ജാതകവും കൂടി നോക്കിയാൽ കൂടുതൽ കൂടുതൽ വിജയങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അത് സ്വാഭാവികമായിട്ടും ദാമ്പത്യ ഭാവത്തിന്റെ അധിപന്റെ സ്ഥിതി ഗോചരാൽ അത്ര തൃപ്തികരമല്ല. എങ്കിലും ശുക്രന്റെ സ്ഥിതി നല്ലതായതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകും. പിന്നെ ഒരു കാര്യവുമില്ലാതെ എല്ലാത്തിനും ദേഷ്യപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാതിരിക്കണം. പെട്ടെന്ന് തീരുമാനമെടുത്ത് ദുർബുദ്ധിയൊന്നും തോന്നാതിരിക്കുക. വന്നു ചേരുന്ന ധനം, ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.